madam. Good afternoon. പേര് മധു എന്നാണ്. സ്ഥലം പാലക്കാട് ജില്ലയിലെ പെരുമോടൂർശി എന്നൊരു ഗ്രാമപ്രദേശം. യെസ്, ഇന്ന് കൺക്ലൂഡിംഗ് സെഷനാണ്. എനിക്ക് ശേഷം ഇനി ആരും സംസാരിക്കാനില്ല. സന്തോഷമായ നല്ലൊരു കൈ തരാം. കുറച്ച് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? ഹലോ, കുറച്ച് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. യെസ്, ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ബിസിനസ് അവസരം മുൻപിൽ കാണിച്ച സർവേശ്വരനും അതേപോലെ തന്നെ എനിക്ക് ബിസിനസ് അവസരം എന്നെ കൈ പിടിച്ചു കൊണ്ടുവന്ന എന്റെ ഗ്രേറ്റ് അപ്രന്റീസ് ആയിട്ടുള്ള എം ശ്രീനിവാസൻ സാറിനും എം മനോജ് സാറിനും എന്റെ കുടുംബത്തിന്റെ സ്നേഹവും നന്ദി. ഇന്ന് ആദ്യമായിട്ട് സുമിത് സാറിന്റെ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ അവസരം കേൾക്കാമെന്ന ആളുകൾ ജസ്റ്റ് കൈ തൂക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് കൈബന്ധിച്ചു ഞാൻ കണ്ടു. ബാക്കിൽ ഇരിക്കുന്ന കണ്ടു ഒരുപാട് പേര് കൈ ഉയർത്തി. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടാൻ ഒരു അവസരമാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നമ്മൾ ശരിയാണ് ആദ്യമായിട്ട് വന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഫാമിലി മെമ്പേഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം കേട്ട സമയത്ത് പുതുതായിട്ട് വന്ന ഡിസ്ട്രിബ്യൂട്ടർ മീൻസ് ഗസ്റ്റ് ഈ ഒരു അവസരം കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയോ എനിക്ക് ആവശ്യമുള്ള ഒരു അവസരമാണ് തോന്നിയോ? കേട്ടോ, കാരണം നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും മാറ്റം വേണം, എന്റെ ജീവിതത്തിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കാത്തവരാരും തന്നെ ഇല്ല. പക്ഷെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മുൻപിൽ കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല അല്ലെ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടോ നമ്മൾ പണിയെടുക്കാൻ മടിയുള്ളതൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത അതേ തൊഴിൽ ഈ വർഷം ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഹലോ, ഇവിടെ നേരത്തെ നൗഷാദ് പറഞ്ഞ പോലെ അത് വലിയ മണ്ടത്തരമാണ്. കഴിഞ്ഞ വർഷം ചെയ്ത അതേ തൊഴിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മുൻപത്തെ വർഷം ചെയ്ത അതേ തൊഴിൽ ഞാൻ ഈ വർഷം അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ വർഷം വലിയ മാറ്റം ഉണ്ടാവും എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ശരിയല്ലേ? എന്ത് വേണം? നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പുതിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഇന്ന് നമുക്ക് അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ തൊഴിൽ നമ്മുടെ കുടുംബ പാരമ്പര്യവും നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് എന്ത് കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതിവിടെ പറയുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് അവസരം വളരെ വ്യക്തമായിട്ട് സുമിത് സാറോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലെ? പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടോ? കാരണം ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? കാരണം നമുക്ക് പറ്റുന്നത് പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹം കൊണ്ട് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ശരിയാണല്ലേ? ഹലോ, മാറ്റങ്ങൾ അതിനുവേണ്ടി നമ്മൾ പല തൊഴിലുകൾ ചെയ്തു, ബിസിനസ്സുകൾ ചെയ്തു, പല ജോലികളും ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ശരിയാണല്ലേ? അവിടെയൊക്കെ ചില പല ബിസിനസ്സുകൾ ചെയ്ത് ലക്ഷങ്ങളോ പതിനായിരങ്ങളോ മുടക്കിയിട്ട് അത് കടം വാങ്ങിച്ചിട്ടോ ബ്രൈഡിന് എടുത്തിട്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ അങ്ങനെ ചെയ്തിട്ടും ചിലപ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോ നമുക്ക് പറ്റി നമ്മൾ ചിന്തിച്ചു, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഇനി എന്നെ കൊണ്ട് ചിലപ്പോ നടക്കില്ല, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം നമ്മുടെ ഉള്ളിനുള്ളിൽ ആര് തന്നെ എടുത്തു? നമ്മൾ തന്നെ എടുത്തു. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് നമുക്ക് സുമിത് സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിമിതി. ശരിയാണല്ലേ? എന്നെ കൊണ്ട് പറ്റുമോ? വീണ്ടും ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഇവിടെ നമ്മൾ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ സർക്കസിലാന എന്ന് പറയുന്ന സമയത്ത് സർക്കസിലാന അത് കാട്ടിൽ നിന്ന് പിടിച്ചു വന്നതിന് ശേഷം അതിന് വലിയൊരു മരത്തിൽ കെട്ടിയിട്ട് വലിയ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് അതിനെ അടിക്കുന്ന സമയത്ത് അത് അവിടെ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ആ ചങ്ങല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരിക്കലും പൊട്ടില്ല. കാരണം വലിയ ചങ്ങലയിലാണ് കെട്ടിയിറങ്ങുന്നത്. അങ്ങനെ പല പ്രാവശ്യം വലിച്ചു, ഒരു പ്രാവശ്യം വലിച്ചു, 2 പ്രാവശ്യം വലിച്ചു, 10 പ്രാവശ്യം വലിച്ചു, 100 പ്രാവശ്യം വലിക്കുന്ന സമയത്തും അത് പൊട്ടില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ആ ആന ആ വലിയ അവിടെ നിർത്തി. ഹലോ, ആ ആന വലിയ അവിടെ നിർത്തി. അതിനുശേഷം അത് ചെറിയ കുറ്റിയിൽ അതിന് തളച്ചിട്ടാലും ആന അവിടെ നടക്കില്ല. കാരണം ആനയുടെ ചിന്ത എനിക്ക് വലിച്ചു പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ്. അതേപോലെ നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് തൊഴിൽ ചെയ്തു, നമുക്ക് അവിടെയൊക്കെ പരാജയം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്ത ഇപ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റം അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്ത് വിജയിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല എന്നുള്ള തീരുമാനം ആരെടുത്തിട്ടുണ്ട്? ഇവിടെ എടുത്തിട്ടുണ്ട്. യെസ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അത് പൊട്ടിച്ചു മാറ്റുക. ഇവിടെ സിമ്പിൾ ആയിട്ട്
ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. അതിലെ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനി. ഇതിലെ ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് കമ്പനി. അതിനുശേഷം നമുക്ക് അടുത്തൊരു സംശയം ഇത് ഈ പറയുന്നത് ഇതൊക്കെ മരുന്നുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ ഇതിലേക്ക് പഠിക്കാനും അല്ലെങ്കിൽ ഇതിലേക്ക് കൊടുക്കാനും എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ? ഹലോ, നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ? ഞാൻ പറയാം, വിദ്യാഭ്യാസമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സക്സസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസമല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഈ സിഗരറ്റ് കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് ഒരു കപ്പ്യാരായിരുന്നു. ഒരു കപ്പ്യാർ. അദ്ദേഹം ഒരു പള്ളിയിലെ കപ്പ്യാരായിരുന്നു. ആ കപ്പ്യാരെ നമുക്കറിയാം, ഈ പള്ളിയിലെ പള്ളിയിലെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മാറും, പക്ഷെ ഈ കപ്പ്യാരെ അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പൊ ഒരു പുതിയ അച്ഛൻ ആ പള്ളിയിൽ ചാർജ് എടുത്ത സമയത്ത് കപ്പ്യാരുടെ പണി മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ പള്ളിയിൽ അച്ഛൻ പുതിയതായിട്ട് ചാർജ് എടുത്ത സമയത്ത് അച്ഛന്റെ തീരുമാനം, പുതിയ സർക്കുലർ വന്നു, ഇവിടെ കപ്പ്യാരെ ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ആ പള്ളിയിൽ നടന്ന അക്കൗണ്ടന്റ് മീൻസ് അവിടെ കണക്ക് കാര്യങ്ങൾ കൂടി ആര് നോക്കണം എന്ന് പറഞ്ഞു, ആ കപ്പ്യാരെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കപ്പ്യാരെ അത് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം എഴുത്ത് വായന അറിയില്ല. ആർക്ക്? ഈ കപ്പ്യാർക്ക്. അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരാൾ തന്നെ നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ നിലനിൽപ്പില്ലാതായി. അദ്ദേഹത്തിന് അവിടെ പിരിച്ചു വിട്ടു. ഈ പഴയ കപ്പ്യാരെ വർഷങ്ങളോളം ആ പള്ളിയിലെ കപ്പ്യാരായിരുന്ന ആ കപ്പ്യാരെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്ത് ഒരു വീതിയിൽ പോയിട്ട് മീൻസ് ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഈ വീടി തിരക്കുന്ന തൊഴിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഏരിയ അവിടെ കുറച്ച് ഈ പറയുന്ന പുകയിലയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വീടി തിരിച്ച് ഈ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് കടകൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ മെല്ലെ അദ്ദേഹം അതിലൂടെ വളർന്നു. അദ്ദേഹം ലോകത്തിലെ തന്നെ നമ്പർ 1 ഒരു ഈ സിഗരറ്റ് കമ്പനിയുടെ ഓണറായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച സമയത്ത് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരുണ്ടായിരുന്നു. ആ ജോലിക്കാരൻ അദ്ദേഹം വലിയ പ്ലാനിങ്ങും വലിയ രീതിയിലുള്ള വളർച്ചയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് നിങ്ങൾ നേരത്തെ അറിയാം, ഇന്ന പള്ളിയിലെ കപ്പ്യാരായിരുന്നില്ലേ, അപ്പോ അറിയാം സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എഴുത്ത് വായനയും അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒന്നും അറിയാതെ തന്നെ ഇന്ന് ലോകത്തിലെ നമ്പർ 1 ഈ പറഞ്ഞ സിഗരറ്റിനുള്ള ഓണറായി. നിങ്ങൾക്ക് എഴുത്ത് വായനയും കൂടി അറിയണമെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയായിരുന്നേന്ന് ചോദിച്ച സമയത്ത് ആ കപ്പ്യാര് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ ഓണർ പറഞ്ഞ കാര്യം, ഞാൻ ഇന്നും ആ പള്ളിയിലെ കപ്പ്യാരായിട്ടിരുന്നേനെ. എനിക്ക് എഴുത്ത് വായന ഞാൻ ഇന്നും ആ പള്ളിയിലെ കപ്പ്യാരായിട്ടിരുന്നേനെ. എനിക്ക് എഴുത്ത് വായന അറിയില്ല ഒറ്റ കാരണം കൊണ്ട് ആ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടതാണ് ഇന്ന് ഞാൻ ലോകത്തെ നമ്പർ 1 പണക്കാരനുള്ള ഒരാളായിട്ട് മാറിയിരുന്നു. അപ്പോ വിദ്യാഭ്യാസം ജീവിതത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനമല്ല. അപ്പോ ഇവിടെ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇവിടെ ഈ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനും നമ്മളെ കൂടെ നിർത്താനും ഒപ്പം ഒരുമിച്ച് നടത്താനും നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരാനും നമ്മൾ ഒരുമിച്ച് വിജയിപ്പിക്കാനും നമുക്ക് ഒരു വലിയ ലീഡേഴ്സിന്റെ നിലനിന്നുണ്ട്. ഇവിടെ ഈ ബിസിനസിന്റെ പ്രത്യേകത ഇവിടെ നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, ഒരു ടീമിന്റെ കഴിവും ടീമിന്റെ എക്സ്പീരിയൻസും ഒരു ടീമിന്റെ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു ടീമിനെ അല്ലെങ്കിൽ വലിയൊരു ലീഡർഷിപ്പിലേക്കും വലിയൊരു വരുമാനം നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതെല്ലാം പറഞ്ഞെങ്കിലും സാറേ പ്രൊഡക്റ്റ് നല്ലതാണ്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ എനിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങണം, ശരിയല്ലേ? ഇനി അടുത്ത കാര്യം എന്താണ്? ഇതൊക്കെ ആദ്യം പർച്ചേസ് ചെയ്യണം. കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന് പൈസയൊന്നുമില്ല, പക്ഷെ എന്ത് വേണം? ആദ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം. അതെന്ത് വേണം? കുറച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസിങ് ചെയ്യണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും പൈസ വാങ്ങിച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഹലോ, ഞങ്ങളുടെ സാധാരണക്കാരുടെ കാര്യം. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നടക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ നടക്കാറുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ആരെങ്കിലും മുഴുവൻ പൈസ ഉണ്ടായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. ശരിയാണല്ലേ? അല്ലെ? പൈസ ഉണ്ടായിട്ട് ഒരു കാര്യം നടക്കില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മുൻപ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോ ഈ ഹസ്ബൻഡിന് അത്യാവശ്യം മദ്യപിക്കുന്ന ശീലമുണ്ടാവും. അദ്ദേഹം ഒരു ദിവസം രണ്ടുപേരോട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്നും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൺഡേ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വൈഫ് ഹസ്ബൻഡിനോട് ചോദിച്ചു, മനുഷ്യ ഒരു ദിവസം എത്ര രൂപയ്ക്ക് മദ്യപിക്കുന്നു ചോദിച്ചു. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ 500 രൂപയ്ക്ക് മദ്യപിക്കുന്നു. അപ്പൊ ഈ വൈഫ് കണക്ക് കൂട്ടി, ഒരു ദിവസം 500 രൂപയ്ക്ക് മദ്യപിക്കുമെങ്കിൽ ഒരു മാസം ഒരു 10 ദിവസം 5000 രൂപ.
ഒരു മാസം നോക്കുമ്പോൾ 15,000 രൂപയും, അങ്ങനെ നോക്കുന്ന വർഷം നോക്കുന്ന സമയത്ത് 1,80,000 രൂപയും. അപ്പൊ ഇയാൾക്ക് ജോലി കിട്ടിയിട്ട് കുറച്ച് വർഷങ്ങളായി. നോക്കുന്ന സമയത്ത് 10-30 വർഷം അദ്ദേഹം ഈ ലെവലിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം കണക്ക് കൂട്ടി 10 വർഷമാണെങ്കിൽ ഏകദേശം 18 ലക്ഷം രൂപ, അതൊരു 20 വർഷമാണെങ്കിൽ 36 ലക്ഷം രൂപ, അതൊരു 30 വർഷം കണക്കാക്കിയ സമയത്ത് ഏകദേശം 54 ലക്ഷം രൂപ ആര് മദ്യപിച്ച് തീർത്തു? ഈ ഭർത്താവ് മദ്യപിച്ച് തീർത്തു. അപ്പൊ ഭാര്യ പറഞ്ഞോ, ഭർത്താവിനോട് പറഞ്ഞോ, നിങ്ങൾ ഈ മദ്യപിച്ച് തീർത്ത, ഈ 30 വർഷം മദ്യപിച്ച് തീർത്ത ആ പൈസ ഉണ്ടെങ്കിൽ ഇന്ന് മുറ്റത്തൊരു ബെൻസ് കിടക്കുമായിട്ടില്ലേ എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? ഭർത്താവിനോട് ചോദിച്ചു. അപ്പൊ ഭർത്താവ് തിരിച്ചു ചോദിച്ചു, നീ മദ്യപിക്കാറുണ്ടോ? ഇല്ലല്ലോ. അന്ന് മുതൽ നീ ജോലിക്ക് പോണില്ലേ? ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല ബെൻസ് മുറ്റത്ത് കിടക്കേണ്ടതല്ലേ? ഇല്ലല്ലോ. അപ്പോ ഇതൊന്നും ചേർത്ത് വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. വേണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാൻ ഒരു 10,000 രൂപ കണ്ടെത്താനോ അല്ലെങ്കിൽ 20,000 രൂപ കണ്ടെത്താനോ യാതൊരു ബുദ്ധിമുട്ടില്ല. വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളിൽ പ്രാബല്യത്തിലാവൂ. അതല്ലാതെ വേറൊരാൾ എന്ത് പറഞ്ഞാലും പ്രാബല്യത്തിലാവില്ല. നിങ്ങൾ തീരുമാനിക്കുക. എനിക്കും ഈ ബിസിനസ് അവസരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഈ ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ഒരു വിശ്വാസം ഉണ്ടാവില്ല ഈ ബിസിനസ്സിലൂടെ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക, വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന യാതൊരു വിശ്വാസം ഉണ്ടാവില്ല. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്ന സമയത്ത് അവരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പലരും ഈ ഹാളിൽ വന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, ഈ പറയുന്ന വ്യക്തി, അവരോട് ഞാൻ ഒറ്റ കാരണം കൊണ്ട് ഈ ഹാളിൽ വന്നവരായിരിക്കും. ഞാൻ അതേപോലെ തന്നെയാണ്. അങ്ങനെ വന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ സമയത്ത് ജസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3.5 മാസം ഞാൻ പാർട്ട് ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തു. ആ സമയത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എന്ത് ചെയ്താലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ബിസിനസ്സിലൂടെ ആണെങ്കിൽ വലിയ സാധ്യത മനസ്സിലാക്കിയ സമയത്ത്, എനിക്ക് മുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേര് അവരുടെ വലിയ നേട്ടം ഉണ്ടാക്കി എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയ സമയത്ത് ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഈ ബിസിനസ് മുഴുവൻ സമയം ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് പാലക്കാട് പെരുങ്കോട് മിഷൻ ആരംഭിച്ച ബിസിനസ് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും 4 സ്റ്റേറ്റുകളിൽ ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്യുന്നു. പിന്നെ വളരെ സാധാരണക്കാരിൽ ബിസിനസ് നടത്തുന്നു. ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും എന്നോടൊപ്പം കടന്നു വന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. എനിക്കൊരു നിമിത്തമാകാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ന് വിദേശ ടൂറുകളും അതേപോലെ തന്നെ സ്വന്തം കാറും വീടും സ്ഥലവും എല്ലാം ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അവസരം അന്ന് അനുയോജ്യമായ യാതൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നേരത്തെ ലീഡർ സംസാരിച്ച പോലെ അന്ന് കേരളത്തിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല, ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അനുയോജ്യമായ സാഹചര്യം ഇല്ലാത്ത സമയത്ത് ബിസിനസ് കടന്നു വന്നത് പോലും ഈ സമയത്ത് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളെല്ലാം അനുകൂലമായ സാഹചര്യങ്ങളും ഉൽപ്പന്നങ്ങളും അതേപോലെ ഓഫീസുകളും എല്ലാ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും നമുക്കുണ്ട്. ഈ പറയുന്ന ഞാൻ ഈ ടാങ്കിലെത്താനോ ഈ അച്ചീവ്മെന്റിലെത്താനോ എടുത്ത സമയത്തിന്റെ 4 ഒന്നും കൂടി വേണ്ട. ഇന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ വ്യക്തികൾക്കും ഈ വലിയ മാറ്റം ഉണ്ടാക്കാൻ. കാരണം കേട്ടത് നിങ്ങളാണ്, അവസരങ്ങൾ കേട്ടത് നിങ്ങളാണ്. തീരുമാനങ്ങൾ എടുക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനമാണ് ഞാൻ ഇന്ന് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് നമ്മളെ നിശ്ചയിക്കുന്നത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. പറഞ്ഞു അല്ലെ, കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കുട്ടികളോ നമ്മുടെ വീട്ടുകാരോ നമ്മളോട് ചോദിക്കും, അന്ന് നീ എന്ത് ചെയ്യായിരുന്നു? ഹലോ, ശരിയാണല്ലേ? നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികൾ ഈ ബിസിനസ് ചെയ്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു അച്ഛാ ബാപ്പ, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് അവർ നമ്മളോട് ചോദിക്കും. അതിനുള്ള ഒരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ ബിസിനസ് നന്നായിട്ട് ഏറ്റെടുക്കുക. ആത്മാർത്ഥമായിട്ട് ഒരു 4-5 വർഷം ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ ബിസിനസ് കൈപിടിച്ചു കൊണ്ടുവന്ന ലീഡേഴ്സ് അവരെന്തെല്ലാം കാര്യങ്ങളാണോ എന്തെല്ലാമാണോ കാര്യങ്ങൾ പറയുന്നത് അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു 4-5 വർഷം കഴിഞ്ഞ സമയത്ത് ജീവിതത്തിൽ പൈസയുടെ ഒരു ദാരിദ്ര്യം നമുക്ക് ഉണ്ടാവില്ല. 100%. അത് ഇന്ന് ഈ ബിസിനസ് 4-5 വർഷം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തിയുടെ അനുഭവം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ബിസിനസിനെ ഈ അവസരം കൈവിടരുത്. കാരണം അവസരം കേട്ടത് നിങ്ങളാണ്. പുറത്തുനിന്ന് ഒരുപാട് പേര് നമ്മള് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അവസരം കേട്ടത് നിങ്ങളാണ്. ശക്തമായ തീരുമാനം എടുക്കുക. ശക്തമായ തീരുമാനം എടുത്ത് ഉറച്ചു പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്